ഗൈസ്. സോ വീട്ടിൽ ഇന്ന് ചുമ്മാ ഇരിക്കുകയാണ്. ഇന്ന് ഓഫാണ്, 2 days ഓഫാണ്. സോ ഐ തോട്ട് ഒരു മേക്കപ്പ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ എങ്ങനെയാണ് മേക്കപ്പ് ചെയ്യണേ, കുറേ വീഡിയോ എടുത്തിട്ടുണ്ട്, എന്നാലും ഞാൻ എങ്ങനെയാണ് ചെയ്യണതെന്ന് ചുമ്മാ നോക്കാം. കുറേ നാളായി ഇങ്ങനെയൊക്കെ ഒന്ന് മേക്കപ്പ് ചെയ്ത് പോയിട്ട്, എപ്പോഴും നല്ല തിരക്കാണ് ഡ്യൂട്ടിയൊക്കെ ആയിട്ട്. സോ ഐ തോട്ട് എവിടെയും പോകണില്ല, ചുമ്മാ ഒരു മേക്കപ്പ്. ഓക്കെ, സോ ഗൈസ്, മേക്കപ്പ് ചെയ്യാനായിട്ട് ഞാൻ ഒരു വൈറ്റ് നെക്ക് ആയിട്ടുള്ള ഒരു ടോപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു ഹെയർ ബാൻഡ് കൂടി ഇട്ടു. അതാണ് പിന്നെ നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ മുടിയൊന്നും വരികയില്ല. എല്ലാം അങ്ങ് പോട്ടെ, കുറേയൊന്നുമില്ല, എന്നാലും ജസ്റ്റ് എല്ലാം ഒന്ന് ഒതുക്കി വെക്കാമെന്ന് വിചാരിച്ചു. സോ ഞാൻ മുടി ഒന്ന് കെട്ടി വെച്ചു. ഞാൻ ഓൾറെഡി ഫേസിൽ സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ട്. സോ നമ്മൾ അടുത്തത് ഇടാൻ പോകുന്നത് മാക്കിൻ്റെ പ്രൊഡക്ട്സ് ഞാൻ ഇവിടെ യൂസ് ചെയ്യണേ. അപ്പോൾ മാക്കിൻ്റെ പ്രൈമറാണ്. സോ ഞാൻ ഇത്തിരി എമൗണ്ടാണ് ഇത് എടുക്കുന്നത്, വെരി എക്സ്പെൻസീവ്. സോ കുറച്ചെടുക്കാം. സോ മാക്കിൻ്റെ പ്രൈമർ കിട്ടും. ഐ മേക്കപ്പ് ചെയ്യാൻ എനിക്കറിയില്ല ഗൈസ്, എന്തോരം ഇട്ടാലും ശരിയാറില്ല. സോ ദിസ് ഈസ് മാക്കിൻ്റെ പ്രൈം. ഇത് ഞാൻ ഇതുവരെയായിട്ട് യൂസ് ചെയ്തിട്ട പ്രൊഡക്റ്റാണ്. ഇത് ഷീഗ്ലാമിൻ്റെ കളർ കറക്റ്ററാണ്. മൾട്ടി ഫിക്സ് കൺസീലർ ആൻഡ് കളർ കറക്റ്റർ. സോ ലെറ്റ്സ് സീ ഇതിൻ്റെ അകത്ത് എങ്ങനെ ഇരിക്കണമെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഇതുവരെയായിട്ട് യൂസ് ചെയ്തിട്ടില്ല. സോ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇങ്ങനെ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഉണ്ട്, ഇത് ഞാൻ എടുത്ത് മാറ്റി. സോ സോ ഐ തോട്ട്, ഞാൻ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട് പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഒരു ഓറഞ്ച് കറക്റ്റർ യൂസ് ചെയ്യുന്നത്. സോ ഐ തോട്ട് ഈ ഓറഞ്ച് നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്നത് എൻ്റെ ഹാൻഡാണ്. ഞാൻ ഫുൾ ഹാൻഡ് കൊണ്ടാണ് ബ്ലെൻഡ് ചെയ്യുന്നത്. ഫൗണ്ടേഷൻ മാത്രമാണ് ആൻഡ് ഐ ഷാഡോ അങ്ങനത്തെ സംഭവങ്ങൾ മാത്രമാണ് ബ്രഷ് യൂസ് ചെയ്യാറുള്ളൂ. സോ ഐ എം ടേക്കിംഗ് ദിസ് ഓറഞ്ച് വൺ. I'll put under the eyes. I don't know. This is good. സോ ദിസ് ഈസ് ദ ഡിഫറൻസ്. ഇത് കുറച്ചും കൂടെ ഡാർക്ക്നെസ് ഉണ്ട്, ഇതിൽ ഇത്ര കുറവാട്ടോ. അപ്പോൾ ഓറഞ്ച് വൺ ഈസ് റിയലി ഗുഡ്. ചെറിയൊരു ഓയിലി ഫീലിംഗ് ഉണ്ട്, ബട്ട് ഇറ്റ്സ് ഓക്കെ, തന്നെ ഡ്രൈ ആയിക്കോളും. സോ നമുക്ക് ഈ സൈഡ് സെറ്റാക്കാം. സോ കൊള്ളാല്ലേ, ഇത്ര ഡാർക്ക് സർക്കിൾസ് ഇല്ലാതെ ഞാൻ. വൗ. ഇനി നമുക്ക് നമ്മുടെ ലിപ്സിൻ്റെ ഇവിടെ ഒരു പിഗ്മെൻറ്റഡ് ഉണ്ട്, പിന്നെ നെക്കിൻ്റെ ഇവിടെ ഒരു പിഗ്മെൻറ്റേഷൻ ഉണ്ട്. സോ അതൊക്കെ മാറ്റാം. അത് വാസ് തിങ്കിങ് ഓറഞ്ച് തന്നെ യൂസ് ചെയ്യാം. എങ്ങനെയുണ്ടെന്ന് നോക്കാം, ഓറഞ്ച് എങ്ങനെയുണ്ടെന്ന് നോക്കാം. സോ ഐ എം യൂസിങ് ദ സെയിം ഓറഞ്ച്. So I brought this product I think couple of months back. I think like 2 or 3 months back. The മേക്കപ്പ് വീഡിയോസൊക്കെ അങ്ങനെ എടുത്തിട്ട് കുറച്ചായി. സോ ഞാൻ ഇത് കാണാതെ പോയായിരുന്നു. സോ I was thinking where it's gone. But now I found it and clean it. നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ഭയങ്കര ധൃതി പിടിച്ചല്ലേ പോണേ. സോ നമുക്കിതൊന്നും മര്യാദയ്ക്ക് നോക്കാനുള്ള ഒരു ക്ഷമയില്ല. അപ്പോൾ ഞാൻ എന്ത് ക്ലീൻ ചെയ്തിട്ടാലും എവിടെയെങ്കിലും ഒന്ന് പുറത്ത് പോയി കഴിഞ്ഞാൽ അപ്പോൾ പഴയ പോലെയാണ്. നിങ്ങൾക്കും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ ഗൈസ്. ചെറിയ ചെറിയ ഡോട്ടുകളൊക്കെ ഞാനൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. സോ ഗൈസ്, ഞാൻ ഒരുവിധം എൻ്റെ പിഗ്മെൻറ്റേഷനൊക്കെ കുറച്ചിട്ടുണ്ട്. സോ ക്ലോസ് ദിസ് വൺ. ഇനി നമുക്ക് ഫൗണ്ടേഷൻ യൂസ് ചെയ്യാം. ഞാൻ വിചാരിക്കുന്നത് മാക്കിൻ്റെ ഫൗണ്ടേഷൻ തന്നെ യൂസ് ചെയ്യാം. ഓർ ഐ ഗോട്ട് 2 ഫൗണ്ടേഷൻ, മാക്ക് ഓർ ഷീഗ്ലാം. നോ, 3 ഫൗണ്ടേഷൻ ആക്ച്വലി. മാക്ക്, ഷീഗ്ലാം ആൻഡ് ഐ തിങ്ക് എൽഫിൻ്റെ കൂടെ ഉണ്ട്. സോ ലെറ്റ്സ് സീ ഏതാ യൂസ് ചെയ്യാൻ പറ്റുന്നത്. സോ ദിസ് ഈസ് ദ 2 ഫൗണ്ടേഷൻ. മാക്ക് ഞാൻ യൂസ് ചെയ്ത് റിയലി ഗുഡാണ്.
ഞാനിത് യൂസ് ചെയ്തിട്ട് എത്ര നാളായെന്നറിയോ, ഇതൊരു 3-4 ഇയേഴ്സായി ഞാനിത് യൂസ് ചെയ്യുന്നത്. ഇതിന് എക്സ്പയറി ഡേറ്റ് ഇല്ല എന്നൊക്കെയാണ് അവരെന്നോട് പറഞ്ഞത്. നമുക്ക് ഷീക്ക് ലാം യൂസ് ചെയ്യാം. ഷീക്ക് ലാമിൻ്റെ ഷെയ്ഡ് ഞാൻ യൂസ് ചെയ്യണത് എർത്ത് എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ്. സോ ഞാൻ ബ്രഷ് എടുത്തിട്ട് ജസ്റ്റ് ടച്ചപ്പ് ചെയ്യുക. ഇതിന് ചെറിയൊരു പമ്പ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇത്തിരി എൻ്റെ കയ്യിലെടുത്തിട്ട് ഞാനിങ്ങനെ തേച്ച് കൊടുക്കുകയാണ് കേട്ടോ. മൊത്തം ജസ്റ്റ് ഒരു വീഡിയോ കണ്ടതാണ്. നമ്മളിങ്ങനെ ബ്ലെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ബ്രഷ് എപ്പോഴും മേളിയിട്ടാണ് ആക്കാൻ പാടുള്ളൂ, താഴോട്ട് ആക്കാൻ പാടില്ലെന്ന്. താഴോട്ടാക്കി കഴിഞ്ഞാൽ സ്കിൻ പെട്ടെന്ന് സാഗി പോലെ, ലൈക്ക് ലൂസ് പോലെ, ലൈക്ക് ഏജ്ഡ് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ആയിട്ട് വന്ന് കറക്റ്റാണെന്ന്. ഒരു കഴുത്തിൽ ഞാൻ എപ്പോഴും ഞാൻ മേളിയിട്ടാണ് ആക്കാറ്. മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്. ഇടയ്ക്കൊക്കെ മാറിപ്പോവും. സോ ഞാൻ ഓൾറെഡി ഐഷാഡോ അല്ല, ഞാൻ കൺസീലർ കണ്ണിൻ്റെ താഴെ യൂസ് ചെയ്തുകൊണ്ട് കണ്ണിൻ്റെ താഴെ ഇത്തിരി ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഐ മേക്കപ്പ് ചെയ്യുമ്പോൾ സെറ്റ് ആവണം എന്നാണ്, പക്ഷേ ഐ മേക്കപ്പ് ചെയ്യുമ്പോൾ ശരിയാവുമെന്ന് അറിയില്ല. അത് ഒരു ഡ്രോപ്പ് ഫൗണ്ടേഷൻ ഐലിഡിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ഡ്രോപ്പ് എടുക്കുന്ന പക്ഷേ കുറയേണ്ടത് ബ്ലെൻഡ് ചെയ്യുമ്പോഴത്തേക്കും ശരിയാവും. ഐ തിങ്ക് ഞാൻ ഷീക്ക് ലാമിൻ്റെ ആ കളർ കറക്റ്റർ വാങ്ങിച്ചല്ലോ, ആ ബോക്സ്. അതൊരെണ്ണം വാങ്ങിച്ച് നിങ്ങൾക്ക് കളർ കറക്റ്റർ പ്ലസ് കൺസിലറായിട്ട് യൂസ് ചെയ്യാം. സോ ദാറ്റ്സ് ഗുഡ്. സോ ഐ ഷാഡോ ഞാൻ ഷീക്ക് ലാമിൻ്റെ തന്നെയാണ് വാങ്ങിച്ചത്. അത് സെഞ്ചുറീസ് ഐ ഷാഡോ പാലറ്റ് എന്നൊരു സംഭവം കേട്ടോ. ഇതിന് എന്താ പ്രത്യേകം, സെഞ്ചുറീസ് ആണ് ഇതിൻ്റെ പേര്. കുറേ എണ്ണ ഇതിൻ്റെ അകത്ത്. ഞാൻ ജസ്റ്റ് വാങ്ങിച്ചു. അപ്പോൾ ഞാൻ ഫസ്റ്റ് വിചാരിച്ചു ഐ തന്നെ ചെയ്യാം ആദ്യം. അപ്പോൾ ഞാൻ ആദ്യം വിചാരിക്കുന്നു കുറച്ച് ഡാർക്കായിട്ടുള്ള എടുത്തിട്ട് ഒന്നിങ്ങനെ ഒന്ന് തട്ടിയിട്ട് കണ്ണിൽ കൊടുക്കാം. ജസ്റ്റ് ഫൗണ്ടേഷൻ പൗഡർ പോലത്തെ ഒരു സെറ്റപ്പ്. സോ ഐ തിങ്ക് കുറച്ചൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഔട്ടർ ലൈനായിട്ട് ഒരു ഡാർക്ക് ഷെയ്ഡ് കൊടുക്കണം. സോ ഞാൻ ഇത് റെഡിൽ ഇട്ടേക്കണം. അപ്പോൾ ഞാനൊരു മെറൂൺ റെഡിഷ് കളർ കൊടുക്കാമെന്ന് വിചാരിച്ചു. സക്സസ് ആവുമെന്ന് എനിക്കറിയത്തില്ല. ലെറ്റ്സ് ട്രൈ എനിവേ. എപ്പോഴും വാങ്ങിച്ചൊരു ബ്ലേഡ് അല്ല, ബട്ട് ബ്രഷാണ്. സോ ഇതിൻ്റെ ടിപ്പ് ഇങ്ങനെ ഇരിക്കും. ഇങ്ങനത്തെ ടിപ്പ് വേണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. സോ ഐ തോട്ട് ടു ടേക്ക് ദിസ് ഓർ ദിസ് വൺ. സോ ഐ ടേക്ക് ദിസ് വൺ ദെൻ. അത് ഞാൻ പുറത്ത് ഇങ്ങനെ ഒരു ക്രീസ് പോലെ ലൈൻ കൊടുക്കുന്നു. റെഡ് കളർ ഒരു ലൈൻ ഞാൻ കൊടുത്തിട്ടുണ്ട് ഏറ്റവും മേലത്തെ ആ ഒരു ഐലിഡ് ലൈനിൽ കൂടെ. സോ ഇതാണ് ഇറ്റ്സ് പെർഫെക്റ്റ്. ആൻഡ് ദെൻ ഞാൻ അതിൻ്റെ ഒരു ലൈറ്റർ ഷെയ്ഡ് എടുക്കണം ഇനി. സോ ഐ തിങ്ക് ലൈറ്റർ ഷെയ്ഡൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട്. ഐ തിങ്ക് ഐ ടേക്ക് ദിസ് വൺ അഗെയിൻ. അത് ലൈറ്റർ ഷെയ്ഡാണ്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് താഴെ കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. സോ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. എന്തോ ഒരു അപാകതയുണ്ട്, പക്ഷേ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഇനി കുറച്ച് ഹൈലൈറ്റർ കൂടെ കൊടുക്കാം. ഹൈലൈറ്റർ ഈസ് ലൈക്ക് ഗ്ലിറ്റർ ലൈക്ക് ഒരു എഫക്റ്റ് ആട്ടോ. അപ്പോൾ ഞാൻ മാക്കിൻ്റെ ഒരു സംഭവമുണ്ട്, മാക്കിൻ്റെ നെയ്റ്റ് ലഞ്ച് എന്ന് പറഞ്ഞൊരു സംഭവമാണ്. അതിട്ടെടുത്തിട്ട് ഈ ഒരു ടിപ്പിലും കൊടുക്കാം. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് സെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. സോ ഇങ്ങനെ ഇരിക്കും. വലിയ വ്യത്യാസം എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ആദ്യത്തെ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. കുറച്ച് ഗ്ലിറ്റർ ഐ ഷാഡോ ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്താവും നമുക്ക് നോക്കാം. നല്ല ഇടിവെട്ടൊരു കളറും കൊടുക്കാം. നമുക്ക് ഇതും കൊടുക്കാം അല്ലേ. ഇത് മറ്റേ ഗ്ലിറ്ററാണ്. ഞാൻ ഇങ്ങനെ കൊടുക്കാം. മൈ ഗോഡ്, സോ ഇങ്ങനെ ഇരിക്കും. വലിയ സെറ്റപ്പ് വന്നിട്ട് എനിക്കറിയാം. സോ നമുക്കിനി ഫൗണ്ടേഷൻ പൗഡർ ഇടാം. ദിസ് ഈസ് ഷീക്ക് ലാം ഗോൾഡൻ ആണ്.
ഈ ഷെയ്ഡൊക്കെയാണ് ഞാൻ വാങ്ങിച്ചത്. പക്ഷേ എങ്ങനെയൊക്കെയോ ഒന്ന് തട്ടിമുട്ടി ഞാൻ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകണം. ദാറ്റ്സ് ഇറ്റ്. സോ ലെറ്റ്സ് ഡു ദിസ്. ഓക്കെ, ഭയങ്കര സോഫ്റ്റാണ് ഈ ഷീഗ്ലാമിൻ്റെ ഈ സ്പഞ്ച്. ഐ ഡോണ്ട് നോ വാട്ട് ഇസ് കോൾഡ്. സ്പഞ്ച് എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഫൗണ്ടേഷൻ പൗഡറൊക്കെ ഇട്ടു. ഞാൻ ഓൾറെഡി ഐബ്രോ ചെയ്തിട്ടുണ്ട്. സോ ഐ എം നോട്ട് കൺസേണിങ് അബൌട്ട് ഐബ്രോ. സോ അതിന് നമുക്ക് ഐലൈനർ ആൻഡ് മസ്കാര. ഇറ്റ്സ് വിയർഡ്. സോ ഐ എം യൂസിങ് ഐലൈനർ. എൻ്റെ റിമലാണ്, റിമൽ ലണ്ടൻ. മസ്കാര ഈസ് ഫ്രം ഷീഗ്ലാം. സോ അതിനകത്തൊരു ഗ്രീൻ കളറാട്ടോ. പക്ഷേ ഇത് ഇട്ട് കഴിയുമ്പോൾ അറിയാമല്ലോ. സോ ലെറ്റ്സ് ട്രൈ ദിസ്. ആദ്യം മസ്കാര ഒരു ട്രിപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് ഐലൈനർ ഇടാം. എൻ്റെ മുടി കഴിഞ്ഞ് പോയി. മസ്കാര ഈ ഐലൈനർ ഇതേപോലെ ആയി പോയിട്ടാ. ഇനി നമുക്ക് ഐലൈനർ കൂടെ സെറ്റ് ചെയ്യാം. ടാറ്റായി സംബന്ധിച്ചാൽ പക്ഷേ ആവാൻ അറിയത്തില്ല. ഇതാവുമ്പോൾ ഇവിടെ ആവില്ല. അങ്ങനെയൊക്കെയാണ്. സോ ഇനി ട്രൈ ചെയ്യാം. ടാറ്റാസ് ആയില്ല, തെറ്റിപ്പോയായിരുന്നു. സോ ഇറ്റ്സ് ലൈക്ക് നോർമൽ ആയിട്ടാണ് എഴുതി. സെറ്റപ്പില്ലാന്ന് എനിക്കറിയാം. സോ നമ്മുടെ ഐ മേക്കപ്പ് കഴിഞ്ഞു. ഇത് ക്യാറ്റ് ഐസ് ഒന്നും ആയിട്ടില്ല. ഏതോ ഒരു എനിക്കിഷ്ടപ്പെട്ടില്ല. ഇടയ്ക്ക് ആവാറില്ല. സോ നമുക്കൊന്ന് ലിപ്സ് ചെയ്താം. സോ ലിപ്പ് ഞാൻ നോക്കട്ടെ. റെഡ് കളറാണ് യൂസ് ചെയ്യാം. മേബിളിൻ്റെ ലിപ് ലൈനർ ഏതാ ഷെയ്ഡ് നോക്കാം. ദിസ് ഈസ് ഓൾസോ ഫ്രം Maybelline. ലിപ്സ്റ്റിക് ആണ്, പറ്റിയ ലിപ്സ്റ്റിക് ആണ് ഞാൻ വാങ്ങിച്ചത്. പക്ഷേ ഒരു ഓറഞ്ച് കളർ അതിലാണ്. So this is coming under Modest. പക്ഷേ എനിക്കത്ര ഇഷ്ടപ്പെടില്ല. നമുക്ക് ഹെയറും കൂടെ സെറ്റ് ചെയ്യാനുണ്ട് ഗൈസ്. അവിടെ കഴിഞ്ഞ പരിപാടി തീർന്നു. And I need to put some blush on my cheeks.